മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം, Letter to Hebrews chapter 2 verse 18. അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുമല്ലോ. സാത്താൻ ഈശോയെ പരീക്ഷിച്ച വിവരം സുവിശേഷ ഗ്രന്ഥങ്ങളിൽ തെളിവായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷകളുടെ കാഠിന്യം അനുഭവിച്ചറിഞ്ഞ ഈശോയ്ക്ക് നമ്മളോട് സഹതപിക്കുവാൻ സാധിക്കും. പരീക്ഷകൾ അനുഭവിച്ചിട്ടില്ലാത്ത ആൾക്ക് പരീക്ഷയിൽ വീഴുന്നവരെ സഹായിക്കുവാൻ കഴിയുകയില്ല. പരീക്ഷകൾ അതിൽ തന്നെ തെറ്റല്ല. നമ്മുടെ കഴിവുകളും താലന്തുകളും അനുസരിച്ച് പരീക്ഷകളുടെ കാഠിന്യവും സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. പൊട്ടക്കണ്ണന് ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ കാണുവാനുള്ള പരീക്ഷ ഉണ്ടാവുകയില്ല. കേൾവിശക്തിയില്ലാത്തവന് തെറ്റായവ കേൾക്കുവാനും സാധിക്കുകയില്ല. അവർ അപ്രകാരമുള്ള പരീക്ഷകളിൽ നിന്ന് വിമുക്തരാണ്. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾക്ക് ചേരുന്ന പരീക്ഷകൾ നമുക്കുണ്ടാവാം. പരീക്ഷകളില്ലാത്ത ജീവിതമല്ല, അവയെ ജയിച്ചു ജീവിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതം. ചിന്തയിലാണ് പരീക്ഷകളുടെ ആരംഭം. ചിന്തകൾ അനുമാനങ്ങളായി രൂപാന്തരപ്പെടും. അനുമാനങ്ങൾ പ്രവൃത്തികളായി പ്രത്യക്ഷപ്പെടും. കാലപ്പഴക്കം കൊണ്ട് സ്വഭാവമായി തീരും. തൽഫലമായി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട അവസ്ഥയിലെത്തും. അവരുടെ വികാരങ്ങൾ പാപാസക്തമായിരിക്കും. അവരെ ലോകം അറയ്ക്കുകയും വെറുക്കുകയും ചെയ്യും. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു മാർഗമേ ഉള്ളൂ, ഈശോയിലുള്ള വിശ്വാസമാണ്. ചിന്തയെ നിയന്ത്രിക്കുന്നതിന് കഴിവുള്ള ഒരു ആശ്രയം നമ്മൾ ഉണ്ടാവണം. ഈശോ ഉയർത്തെഴുന്നേറ്റ് നമ്മോടുകൂടെ ജീവിക്കുന്നു എന്ന ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പരീക്ഷകളെ ജയിക്കുവാൻ സാധിക്കും. പരീക്ഷയിൽപ്പെടുന്നവരെ സഹായിക്കുവാൻ മനസ്സും കഴിവുമുള്ള ഈശോ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. അതെ, പരീക്ഷകളെ ജയിച്ച ഈശോ പരീക്ഷിക്കപ്പെടുന്നവരെ എല്ലാം സഹായിക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.